കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടിവിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. എൽ എന്ന അക്ഷരം വളരെ മനോഹരമായിട്ടുള്ള ഒരു അക്ഷരമാണെങ്കിൽ നല്ല മനോഹരമായിട്ട് പേരുകളുള്ള ആൾക്കാരുമാണ് എല്ലല്ലേ. ചില ആൾക്കാരൊക്കെ ഒപ്പിടുന്നുണ്ട് എല്ല് എന്ന് പറയുന്ന അക്ഷരത്തിൽ. നല്ല മനോഹരത എന്നുവെച്ചാൽ വളരെയധികം ചിട്ടവട്ടങ്ങളുള്ള ആൾക്കാരായിരിക്കും എല്ലെന്ന് പറയുന്ന അക്ഷരത്തോടു കൂടി പേരോടുകൂടിയ ആൾക്കാർ. ഇവരെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യശീലരായിരിക്കും. സ്വാതന്ത്ര്യം എപ്പോഴും അർഹിക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് സ്വാതന്ത്ര്യം വേണം. എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ഏതൊരു കാര്യം ചെയ്താലും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിവുള്ള ഒരു ഏറ്റവും നന്മയുള്ള ഒരു നക്ഷത്രമാണ്. നക്ഷത്രമല്ല, എല്ല് എന്ന് പറയുന്ന അക്ഷരമാണ്. എപ്പോഴും നക്ഷത്രം എന്ന് ആയി വരുന്നത് നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോണം, എല്ല് ഈ അക്ഷരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സാമർഥ്യ സ്വഭാവത്തോട് കൂടിയാലും അതുപോലെ കരകൗശല വിദ്യകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലെന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നല്ല 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 ഈ പ്രൗഢിയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ സൂക്ഷിക്കാൻ, അല്ലെ ചെറിയ ചെറിയ മോടിപിടിപ്പുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കരകൗശല സാധനങ്ങളൊക്കെ വീട്ടിൽ വയ്ക്കാനായിട്ട് അടുക്കും ചിട്ടയോടും വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉടുത്തൊരുങ്ങി നടക്കാനുള്ള സ്വഭാവവും, അതുപോലെ തന്നെ നല്ല ആഭരണങ്ങൾ ആടയാഭരണങ്ങളൊക്കെ ഇട്ട് നടക്കാൻ സാധ്യതയുള്ള സ്ത്രീകൾ, ഇങ്ങനെയൊക്കെയാണ് എല്ലെന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ. ഇവരുടെ ഒരു വയസ്സ് വരെ സാമാന്യനെ നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുകളും മറ്റു കാര്യങ്ങളും, ഗ്രഹാതുരത്വം, ഗൃഹത്തിൽ നിന്ന് ഒരുപാട് എത്ര സമ്പന്നനാണെങ്കിലും എത്ര സമ്പാദ്യമുള്ളതാണെങ്കിലും ഒരു സ്നേഹ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരം കിട്ടാതെ പോയി അവരുടെ മനസ്സിനെ കുറച്ച് പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് അവർ നല്ല സന്തോഷത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ നയിക്കുന്നതായിട്ടാണ് സാധാരണ എല്ലെന്ന് പറയുന്ന അക്ഷരത്തോട് കൂടിയ മിക്കവാറുമുള്ള ആൾക്കാരുടെ കാഴ്ചകൾ. ഒരുപാട് നന്മയിലേക്ക് ചിന്തിക്കുകയും ധനങ്ങളും ഐശ്വര്യങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കൾ അതുപോലെ ഗൃഹങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകാൻ സാധ്യതയുള്ള 1-2 ഗൃഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. ഇവർ പെട്ടെന്ന് എടുത്തു ചാടി സംസാരിക്കുകയും പെട്ടെന്ന് ആൾക്കാരോട് ദേഷ്യപ്പെടുകയും, എന്നാൽ ആ ദേഷ്യം പൊടുന്നനെ അങ്ങോട്ട് മാറിയതിന് ശേഷം പിന്നെ ആ ദേഷ്യപ്പെട്ട ഒരു ശത്രുവിനെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു നക്ഷത്രക്കാരായിരിക്കും. നാളെ ഒരു സമയത്ത് അവരുടെ തോളെ പിടിച്ചു നടക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവും. ശത്രുവാണെന്നറിഞ്ഞാലും ഒരു നേരത്തെ ആഹാരം വീണ്ടും വീണ്ടും കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവ വൈകൃതത്തോടു കൂടിയാണ് എല്ലെന്ന് പറയുന്ന അക്ഷരം. പിന്നെ കൂർമ്മ ബുദ്ധിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. അരണയുടെ സ്വഭാവം പോലെ കൂർമ്മ ബുദ്ധിയോടുകൂടി എല്ലാ ആവശ്യത്തിനും ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം വിട്ടുപോയൊരാവശ്യമാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ജ്യോത്സ്യനെ എന്നെ കാണാൻ വന്നു, കുറേ കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കും ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ 1-2 കാര്യങ്ങൾ ആലോചിച്ചിറങ്ങിയിട്ട് തിരിച്ചിറങ്ങിപ്പോൾ പിന്നെ അവരിരുന്ന് ആലോചിക്കുക, ഇന്ന കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ എന്നുള്ള ഒരു സ്വഭാവ വൈകൃതത്തോടു കൂടിയതും ഒക്കെ ആയിട്ടുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ ഏറ്റവും കൂടുതൽ അവരവരുടെ മക്കളെ എല്ലെന്ന് പറയുന്ന നക്ഷത്രം ഭയങ്കര ജീവനായിരിക്കും. പക്ഷെ അവരിൽ നിന്നും ദുഃഖപൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകാൻ എല്ലെന്ന് പറയുന്ന നക്ഷത്രത്തിന് വളരെയധികം ദുഃഖപൂർണ്ണമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നതായിട്ടുള്ള ഒരു അക്ഷരമാണ് എല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാം മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.